നിയമത്തിലും പുതിയ നിയമത്തിലും രണ്ട് തരം മഴയെക്കുറിച്ച് ബൈബിൾ പറയുന്നു. ഒന്ന് ആദ്യ മഴ, രണ്ടാമത്തെ മഴ. ഒന്ന് ശരത്കാല വൃഷ്ടി, രണ്ട് വസന്തകാല വൃഷ്ടി. ഒന്ന് എയർലി റെയിൻ, രണ്ട് ലാറ്റർ റെയിൻ. പദങ്ങൾ മാറി മാറി ഉപയോഗിക്കുന്നെങ്കിലും ആദ്യ പുസ്തകം മുതൽ ഏതാണ്ട് ന്യായാധിപന്മാരുടെ പുസ്തകം മുതൽ നിയമാവർത്തനത്തിൻ്റെ പുസ്തകം മുതൽ പലയിടങ്ങളിലായി നമ്മൾ ഈ രണ്ട് മഴയെക്കുറിച്ചുള്ള പ്രതിപാദനം ബൈബിളിൽ കാണും. ഇന്ന് നമ്മൾ വായിച്ചു കേട്ടത് യാക്കോബ് ശ്ലീഹായുടെ ലേഖനമാണ്. 5-ാമത്തെ അധ്യായം 7-ാമത്തെ തിരുവചനം. നല്ല ഫലങ്ങൾ കായ്ക്കുന്നതിന് വേണ്ടി നല്ലൊരു കൃഷിക്കാരൻ ആദ്യ മഴയും അവസാന മഴയും ഏറെ പ്രതീക്ഷയോടെ കാത്തിരിക്കുന്നത് പോലെ തന്നെ നിങ്ങളും ക്ഷമയോടെ കാത്തിരിക്കുവിൻ. ഇതാണ് വചനം. ഒരു നല്ല കൃഷിക്കാരൻ ഭൂമിക്ക് ആവശ്യമായ നല്ല ഫലം ലഭിക്കേണ്ടതിന് വേണ്ടി ആദ്യ മഴയും അവസാന മഴയും പ്രത്യാശയോടെ കാത്തിരിക്കുന്നത് പോലെ തന്നെ നിങ്ങളും ക്ഷമയോടുകൂടി കാത്തിരിക്കണം. പാലസ്തീനായുടെ പശ്ചാത്തലത്തിലാണ് ഈ വചനം. രണ്ട് തരം മഴ ഏതൊരു കൃഷിക്കാരനും എല്ലായിടങ്ങളിലും ആവശ്യമുണ്ട്. ഒന്ന് ഒക്ടോബർ നവംബർ മാസങ്ങളിൽ അവിടെ കൃഷി ഇറക്കാൻ വേണ്ടി പെയ്യുന്ന മഴ, അതാണ് ശരത്കാല വൃഷ്ടി, എയർലി റെയിൻ എന്ന് പറയുന്നത്. എന്നാൽ നിലമൊരുക്കി വിത്ത് പാകി വിത്ത് മുളച്ചു വന്നാൽ മാത്രം പോരാ, നല്ല ഫലം ചൂടണമെങ്കിൽ ഏതാണ്ട് മാർച്ച് ഏപ്രിൽ മാസത്തിൽ വേറൊരു വസന്തകാല വൃഷ്ടി അല്ലെങ്കിൽ ലാറ്റർ റെയിൻ എന്ന് പറയുന്ന റെയിൻ കൂടി അവർക്ക് ആവശ്യമുണ്ട്. അത് കിട്ടിയെങ്കിൽ മാത്രമേ നല്ല ഫലങ്ങൾ ഉണ്ടാവുകയുള്ളൂ. അപ്പോൾ പാലസ്തീനായിൽ ഏതൊരു കൃഷിക്കാരനും ഈ രണ്ട് മഴ പ്രധാനപ്പെട്ടതാണ്. അപ്പോൾ ആദ്യ നാളുകളിൽ പ്രത്യേകിച്ച് നിയമാവർത്തന പുസ്തകത്തിലൊക്കെ ഇത് പ്രതിപാദിക്കുന്നത് ആ രാജ്യത്തെ നല്ല ഫലമെടുപ്പുമായി ബന്ധപ്പെട്ടാണ്. എന്നാൽ പിന്നീട് കാലങ്ങൾ കഴിഞ്ഞപ്പോൾ പുതിയ നിയമത്തിലേക്കെല്ലാം വന്നപ്പോൾ ഈ വചനത്തെ പരിശുദ്ധാത്മാവിൻ്റെ ആഗമനവുമായി ബന്ധപ്പെടുത്തിയാണ് തിരുസഭയിലെ പിതാക്കന്മാർ വ്യാഖ്യാനിക്കുന്നത്. ചേർന്നൊന്ന് പറഞ്ഞ് ഹല്ലേലൂയ. ഞാൻ പറയുന്നത് ശ്രദ്ധയോടെ കേൾക്കുമല്ലോ. ബൈബിളിൽ പലയിടങ്ങളിൽ നമുക്ക് ഇത് കാണാനായിട്ട് പറ്റും. ആദ്യമായി നമ്മൾ കാണുന്നത് നിയമാവർത്തന പുസ്തകം 11-ാമത്തെ അധ്യായം 13-14 തിരുവചനം. വചനം എങ്ങനെയാണ്? നിങ്ങൾ ദൈവത്തിൻ്റെ കൽപ്പനകൾ അനുസരിക്കുകയും ദൈവമായ കർത്താവിനെ പൂർണ്ണ ഹൃദയത്തോടും പൂർണ്ണ ആത്മാവോടും കൂടെ സേവിക്കുകയും ചെയ്താൽ നിങ്ങളുടെ ഭൂമിക്ക് ആവശ്യമായ ശരത്കാല വൃഷ്ടിയും വസന്തകാല വൃഷ്ടിയും ദൈവം നിങ്ങൾക്ക് തരും. തുടർന്ന് ഹോശയ്യ പ്രവാചകൻ്റെ പുസ്തകം 6-3 യഥാവിധം നിങ്ങൾ അനുതപിച്ചാൽ നിങ്ങൾക്ക് ആദ്യ മഴയും രണ്ടാമത്തെ മഴയും നൽകി നിങ്ങളെ ഞാൻ അനുഗ്രഹിക്കും. ജോയൽ പ്രവാചകൻ്റെ പുസ്തകം 2-23 നിങ്ങൾ കർത്താവിൽ ആനന്ദിച്ചാൽ യഥാകാലം നിങ്ങൾക്ക് ആദ്യ മഴയും രണ്ടാമത്തെ മഴയും നൽകി അനുഗ്രഹിക്കും. ജെറമ്യാ പ്രവാചകൻ്റെ പുസ്തകം 5-24 നിങ്ങൾ കർത്താവിനെ ഭയപ്പെട്ടാൽ നിങ്ങൾക്ക് ശരത്കാല വൃഷ്ടിയും വസന്തകാല വൃഷ്ടിയും നൽകി അനുഗ്രഹിക്കും. സക്രിയ പ്രവാചകൻ്റെ പുസ്തകം 10-1 ദൈവത്തിൻ്റെ വാഗ്ദാനത്തിൽ നിങ്ങൾ വിശ്വസിച്ചാൽ നിങ്ങൾക്ക് ആദ്യ മഴയും രണ്ടാമത്തെ മഴയും നൽകി അനുഗ്രഹിക്കും. അപ്പോൾ ബൈബിളിലുടനീളം ഈ രണ്ട് മഴയെക്കുറിച്ച് പ്രതിപാദിക്കുന്നുണ്ട്. 5 പ്രധാനപ്പെട്ട കാര്യങ്ങൾ ഒരു വ്യക്തി ചെയ്താൽ ആ വ്യക്തിയുടെ ജീവിതത്തിൽ ഈ ആദ്യ മഴയും രണ്ടാമത്തെ മഴയും ലഭിക്കുമെന്നാണ് പറയുന്നത്. നമുക്കറിയാം, നമ്മുടെ ആത്മീയമായ ജീവിതം ആരംഭിക്കുന്ന 2 തലത്തിൽ ഞാനിതിനെ പറയാനായിട്ട് ശ്രമിച്ചു നോക്കാം. ഒന്ന്, നമ്മുടെ ഓരോരുത്തരുടെയും ആത്മീയമായ ജീവിതത്തിൽ ഈ 2 മഴ നമുക്ക് ആവശ്യമുണ്ട്. 2, സഭയുടെ ജീവിതത്തിൽ നമുക്ക് ഈ 2 മഴ ആവശ്യമുണ്ട്. ഒപ്പം ശുശ്രൂഷയുടെ ജീവിതത്തിലും ഈ 2 മഴ ആവശ്യമുണ്ട്. അപ്പോൾ വ്യക്തിപരമായ ജീവിതത്തിൽ സത്യത്തിൽ നമ്മൾ നമ്മുടെ ആത്മീയ യാത്ര ആരംഭിച്ച സമയത്ത് ദൈവവുമായി ബന്ധപ്പെട്ട് നമുക്കൊരു എൻകൗണ്ടർ ഉണ്ടായി. ഈശോയെ നമുക്ക് കാണാൻ പറ്റി, ഈശോയുടെ സ്നേഹം നമുക്ക് അനുഭവിക്കാൻ പറ്റി. ഇതാണ് ആദ്യ മഴ എന്ന് പറയുന്നത്. ഒരു പക്ഷേ ഒരു രോഗശാന്തിയിലൂടെ, ഒരു ഡെലിവറൻസിലൂടെ,
മക്കളുടെ കാര്യത്തിൽ ദൈവം ഇടപെട്ടതിലൂടെ, അല്ലെങ്കിൽ ഇമോഷണലായി നമ്മുടെ ബോഡിയിൽ അനുഭവപ്പെട്ട ഒരു പ്രത്യേകതയിലൂടെ നമുക്ക് എന്തെന്നില്ലാത്ത വിധത്തിൽ ഒരു ദൈവ ശുശ്രൂഷയിൽ പങ്കുകാരായപ്പോൾ നമുക്ക് ഒരു എയർലി റെയിൻ കിട്ടി. പക്ഷേ കുറേ നാൾ കഴിയുമ്പോൾ വെയിൽ കൊണ്ട് ആ വെള്ളമെല്ലാം ഊഷ്മാവായി പോയിട്ടുണ്ടാകും. ആ വെള്ളം ഒന്നും പിന്നീട് നമ്മൾ നിലനിൽക്കുന്നില്ല. അതുകൊണ്ട് ഫലം ചൂടാൻ, ആത്മീയമായിട്ട് വളരാൻ, ദൈവശക്തി നമ്മളിൽ അധികമായി ആവസിക്കാൻ നമുക്ക് ഒരു രണ്ടാമത്തെ മഴയുടെ ആവശ്യമുണ്ട്. ഇതാ കോവിഡ് കാലം കഴിഞ്ഞ് ഇവിടെ നമ്മൾ ഒരുമിച്ച് കൂടുന്ന നേരത്ത് പരിശുദ്ധാത്മാവായ ദൈവം നമ്മുടെ ഓരോരുത്തരുടെയും വ്യക്തി ജീവിതത്തോട് പറയുന്നത് ഇങ്ങനെയാണ്: എൻ്റെ മകനെ, മകളെ, ആദ്യ മഴയിലാണ് നിൻ്റെ ആത്മീയ ജീവിതം ആരംഭിച്ചതെങ്കിൽ രണ്ടാമത്തൊരു മഴയ്ക്ക് വേണ്ടി നീ കാത്തിരുന്ന് പ്രാർത്ഥിക്കണം. രണ്ടാമത്തൊരു മഴ ഉണ്ടായില്ല എങ്കിൽ നമ്മുടെ മക്കൾ നമുക്ക് കൈമോശം വരും, നമ്മുടെ സ്വപ്നങ്ങൾ ഷാറ്റേഡാകും, നമ്മുടെ ജീവിത സാഹചര്യങ്ങൾ വളരെയധികം വിപരീതമാകും. ഒരിക്കലും ചിന്തിക്കാൻ ആകാത്ത വിധത്തിലുള്ള പ്രതികൂലങ്ങളെ നമ്മൾ അഭിമുഖീകരിക്കേണ്ടി വരും. ഇവിടെ എല്ലാം നമുക്ക് പിടിച്ചു നിൽക്കാൻ ഒരു ലാറ്റർ റെയിൻ്റെ ആവശ്യമുണ്ട്, ഒരു സെക്കൻഡ് റെയിൻ്റെ ആവശ്യമുണ്ട്. ചേർന്നെന്ന് പറഞ്ഞ എല്ലാവരും ഹല്ലേലൂയ. ഇത് നമ്മുടെ ആഗ്രഹമാകണം. ഇത് ഞാൻ പറഞ്ഞതല്ല. വർഷങ്ങൾക്ക് മുമ്പ് 1962 സെക്കൻഡ് വാറ്റിക്കാൻ കൗൺസിൽ ഒരുമിച്ച് കൂടുന്ന നേരത്ത് 7000-ഓളം വരുന്ന സഭാപിതാക്കന്മാരെയും മാധ്യമപ്രവർത്തകരെയും അൽമായ ശുശ്രൂഷകരും വത്തിക്കാനിൽ ഒരുമിച്ച് കൂടിയപ്പോൾ സഭയിലുടനീളം ഒരു ശരത്കാലം കണ്ടു. ശരത്കാലം എന്ന് പറഞ്ഞാൽ ഞാൻ പറഞ്ഞു, ഏതാണ്ട് കാർമേഘം ഒരുമിച്ച് കൂടിയതുപോലുള്ളൊരു സാഹചര്യമാണത്. അത് ഒരു വല്ലാത്ത ബുദ്ധിമുട്ട് പിടിച്ച സമയമായിരുന്നു. പ്രത്യേകിച്ചും ലോകത്തിൽ പുതിയ പുതിയ ശാസ്ത്രങ്ങളും തത്വങ്ങളും വന്ന കാലമായിരുന്നു ഈ 1950s കാലമെന്ന് പറയുന്നത്. 2 വേൾഡ് വാർ കഴിഞ്ഞ് ലോകം ഒരുപാട് ശിഥിലമായ കാലഘട്ടം. ഫസ്റ്റ് വേൾഡ് വാർ നടക്കുന്നത് 1914 മുതലുള്ള സമയമാണ്, നമുക്കറിയാം. സെക്കൻഡ് വേൾഡ് വാർ നടക്കുന്നത് 45 സമയത്താണ്. ഇങ്ങനെ ലോകം ഒരുപാട് ശിഥിലമായി കിടക്കുന്ന സമയത്താണ് ജോൺ 23 മാർപ്പാപ്പ ലോകത്തിൻ്റെ വിവിധങ്ങളായ ഭാഗങ്ങളിൽ നിന്ന് വ്യക്തികൾ ഒരുമിച്ച് കൂടിക്കൊണ്ട് പറഞ്ഞത്, ഇന്ന് നമ്മൾ ആഗ്രഹിക്കേണ്ടത് ഒരു രണ്ടാം പന്തക്കുസ്തയ്ക്ക് വേണ്ടിയുള്ള നിലവിളിയാണ് എന്ന്. സെക്കൻഡ് പന്തക്കുസ്തയ്ക്ക് വേണ്ടി ദൈവമക്കൾ ഒരുമിച്ച് നിലവിളിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്തെങ്കിൽ മാത്രമേ നമുക്ക് ഒരു വസന്തകാല വൃഷ്ടി ഉണ്ടാകൂ, ഒരു ലാറ്റർ റെയിൻ ഉണ്ടാകൂ എന്ന് ചേർന്നൊന്ന് പറഞ്ഞ് ഹല്ലേലൂയ. നമ്മുടെ ആത്മീയ ജീവിതത്തിൽ നമുക്കിത് വളരെ ആവശ്യമുണ്ട്. വ്യക്തിപരമായ ജീവിതത്തിൽ 2000 ഞാൻ ധ്യാനം കൂടി എന്ന് പറഞ്ഞിട്ട് യാതൊരു പ്രയോജനവും സഹോദരങ്ങളെ നമുക്കില്ല. വിതയ്ക്കപ്പെട്ട വിത്തിൽ ഒരുപാട് പാറയിൽ വീണു. വിതയ്ക്കപ്പെട്ട വിത്ത് ഒരുപാട് പക്ഷികൾ കൊത്തിക്കൊണ്ടുപോയി. വിതയ്ക്കപ്പെട്ട വിത്ത് കോവിഡിൻ്റെ വൈറസ് കാർന്നു തന്നു. വിതയ്ക്കപ്പെട്ട വിത്ത് ആത്മീയമായി പരിപോഷിപ്പിക്കാൻ പറ്റാത്തത് കൊണ്ട് വരണ്ടുണങ്ങിപ്പോയി. അതുകൊണ്ട് 90 കൂടിയൊരു റിട്രീറ്റിൻ്റെ അനുഭവമോ 2000 കൂടിയൊരു റിട്രീറ്റിൻ്റെ അനുഭവമോ കൊണ്ട് ഇന്ന് നമ്മൾ അമേരിക്കയിൽ ഫേസ് ചെയ്യുന്ന ചലഞ്ചസിനെ ഫേസ് ചെയ്യാൻ നമ്മൾ ആരും പ്രാപ്തരല്ല. അതുകൊണ്ട് നമ്മുടെ തലമുറയ്ക്ക് ഒരു സെക്കൻഡ് റെയിൻ്റെ ആവശ്യമുണ്ട്, ഒരു ലാറ്റർ റെയിൻ്റെ ആവശ്യമുണ്ട്. അതുകൊണ്ട് ഇന്ന് ഈശോയോട് നമുക്ക് പ്രാർത്ഥിക്കണം, കർത്താവേ, അന്ന് എനിക്കുണ്ടായ ഒരു ദൈവാനുഭവത്തിലൂടെ ആ കഥയൊക്കെ പറഞ്ഞ്, ആ കളിയൊക്കെ പറഞ്ഞ് ഞാൻ മടുത്തു. അതുകൊണ്ട് പഴയ ഒരു അഭിഷേകം കൊണ്ട് മതിവരാത്ത എൻ്റെ ഹൃദയത്തെ നീ കാണണമേ. എൻ്റെ ഹൃദയം അന്ന് നമ്മൾ പ്രാർത്ഥിച്ചതുപോലെ തന്നെ 42 സങ്കീർത്തനത്തിൽ, ദൈവമേ, ഞാൻ എൻ്റെ ഹൃദയം അങ്ങയെ തേടുന്നു, എൻ്റെ ഹൃദയം അങ്ങയ്ക്ക് വേണ്ടി ദാഹിക്കുന്നു, അവിടുത്തെ സ്നേഹത്തിന് വേണ്ടി തന്നെ. എന്നാണ് അങ്ങയുടെ വിശുദ്ധ മലയിൽ വന്ന് ഞാൻ അങ്ങയെ കണ്ടുമുട്ടുക. അതുകൊണ്ട് കഴിഞ്ഞ കാലങ്ങളിലെ അനുഭവങ്ങൾ പറഞ്ഞുകൊണ്ട് സഹോദരങ്ങളെ, നമുക്ക് ഇനി ആത്മീയ ജീവിതം നയിക്കാൻ ഇനിയുള്ള നാളുകളിൽ കഴിയില്ല. കാരണം ലോകം കുറേ കൂടി നന്നാവുകയല്ല, മോശമാവുകയായിരിക്കും വരും നാളുകളിൽ ചെയ്യുന്നത്. സഭയുടെ പ്രതലങ്ങൾ, സഭയുടെ ഡിസ്കഷൻസ് ആയിക്കൊള്ളട്ടെ, വൈദികരുടെ ഇടയിൽ നിന്നോ പിതാക്കന്മാരുടെ ഇടയിൽ നിന്നുള്ള വാർത്തകളായിക്കൊള്ളട്ടെ, നല്ല വാർത്തകളായിരിക്കില്ല ഇനിയുള്ള നാളുകളിൽ നമ്മൾ കേൾക്കാൻ പോകുന്നത്. കുറേ കൂടി ഇന്നലെ കേട്ടതിനേക്കാൾ മോശപ്പെട്ട വാർത്തകളായിരിക്കും. ഈ സാഹചര്യങ്ങളിൽ യാക്കോബ് ശ്ലീഹ ഓർമ്മപ്പെടുത്തുകയാണ്, ഒരു കൃഷിക്കാരൻ ഫലം സ്വീകരിക്കേണ്ടതിന് വേണ്ടി
ആദ്യ മഴയും രണ്ടാമത്തെ മഴയും കാര്യമായി പ്രതീക്ഷിച്ചിരിക്കുന്നത് പോലെ തന്നെ നിങ്ങൾ ആദ്യ മഴയും രണ്ടാമത്തെ മഴയ്ക്കും വേണ്ടി പ്രത്യേകം കാത്തിരുന്ന് പ്രാർത്ഥിക്കണമെന്ന് ഈശോയോട് നിന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. കർത്താവായ ഈശോയെ, എൻ്റെ വ്യക്തിപരമായ ജീവിതത്തിൽ ഒരു രണ്ടാം പന്തക്കുസ്ത എനിക്ക് നൽകണമേ എന്ന്. 1969 ഇന്ന് കഴിഞ്ഞ ദിവസം മരിച്ച ബെനഡിക്റ്റ് 16 മാർപ്പാപ്പയെ ജർമ്മനിയിലുള്ള ഒരു റേഡിയോ സ്റ്റേഷൻ ഇൻ്റർവ്യൂ നടത്തുന്നത്. അദ്ദേഹത്തോട് ചോദിച്ചു, വരും നാളുകളിൽ സഭ എന്തായിരിക്കും എന്ന്. അപ്പോൾ എല്ലാവരും അദ്ദേഹത്തിൽ നിന്ന് എക്സ്പെക്റ്റ് ചെയ്തത് വളരെ പോസിറ്റീവായ ഒരു ആൻസർ അദ്ദേഹം പറയുമെന്നാണ്, വളരെ പെസിമിസ്റ്റിക്കായ ഒരു ആൻസർ പറയുമെന്നാണ്. ഓപ്റ്റിമിസ്റ്റിക് ആയിട്ടുള്ള ആൻസർ. പക്ഷെ അദ്ദേഹം പറഞ്ഞ മറുപടി വളരെയധികം ആശങ്കപ്പെടുത്തുന്നതായിരുന്നു. അദ്ദേഹം പറഞ്ഞ മറുപടി ഇങ്ങനെയാണ്: 50 വർഷം കഴിയുമ്പോൾ ഇന്ന് ഉണ്ടായ വിശ്വാസികളുടെ എണ്ണത്തിൽ നിന്ന് ബഹുഭൂരിപക്ഷം ആളുകളും വിശ്വാസത്തിൽ നിന്ന് വഴിമാറിപ്പോകും. സഭയുടെ നല്ലൊരു വസന്തകാലത്തുണ്ടായ പ്രധാനപ്പെട്ട എല്ലാ ഇൻസ്റ്റിറ്റ്യൂഷൻസും ചാലഞ്ച് ചെയ്യപ്പെടും. പൊളിറ്റിക്കലായി ലോകത്തിൽ സഭയ്ക്കുള്ള സ്വാധീനങ്ങൾ ഒന്നിനു പുറകെ ഒന്നായി നിലയ്ക്കാനായിട്ട് തുടങ്ങും. സഭയുടെ നല്ല കാലത്ത് ഉയർത്തപ്പെട്ട പല കത്തീഡ്രലുകളും ശൂന്യമാകും. ഇപ്പോഴും കിടക്കുന്നുണ്ട് ഇൻ്റർനെറ്റിൽ 1969 ജർമ്മനിലെ മനോഹരമായ റേഡിയോയ്ക്ക് അദ്ദേഹം കൊടുത്ത ഇൻ്റർവ്യൂ. ഞാനത് മലയാളത്തിലും പിന്നീട് നമ്മുടെ SW ന്യൂസിൽ ഒക്കെ ഇത് കഴിഞ്ഞ നാളുകളിൽ കൊണ്ടുവരാനായിട്ട് ഇടവന്നിട്ടുണ്ട്. വളരെ കാര്യമായ ഒരു പ്രൊഫറ്റിക്കായ ഒരു മറുപടിയായിരുന്നു ഈ ബെനഡിക്റ്റ് 16 മാർപ്പാപ്പ പറഞ്ഞത്. നമ്മുടെ കാലത്തെ ഏറ്റവും സ്വാധീനമുള്ള ജ്ഞാനം കൊണ്ടും ധ്യാനം കൊണ്ടും ഇൻ്റലക്ച്വലായും അല്ലാത്ത വിധത്തിലും ഏറ്റവും കൂടുതൽ സ്വാധീനമുള്ള മാർപ്പാപ്പയാണ് ബെനഡിക്റ്റ് 16 എന്ന് പറയുന്നത്. അപ്പോൾ വരും കാലങ്ങളിൽ സഭയിൽ സംഭവിക്കാൻ പോകുന്ന ദുരന്തപൂർവകമായ കാര്യങ്ങൾ പറഞ്ഞുകൊണ്ടാണ് അദ്ദേഹം പറഞ്ഞത്. സഹോദരങ്ങളെ, ഈ നാളുകളിൽ നമ്മളതിൽ സാക്ഷ്യം വഹിക്കുകയാണ്. നിങ്ങൾക്കറിയാവോ, അമേരിക്കയിൽ മാത്രം 2 ലക്ഷത്തിലധികം പ്രൊട്ടസ്റ്റൻ്റ് സഭാ വിഭാഗങ്ങളുടെ മീറ്റിങ്ങുകൾ ഈ കോവിഡ് കാലത്ത് നിലച്ചു എന്നാണ് പ്യൂ റിസർച്ച് പറയുന്നത്. 2 ലക്ഷം. ഒട്ടേറെ ദൈവ ശുശ്രൂഷകർ വിശ്വാസത്തിൽ നിന്ന് അകന്നുപോയി. കേരളത്തിൽ നിന്ന് കുടിയേറി ഇവിടെ ആരംഭിച്ച പല പ്രാർത്ഥനാ സമൂഹങ്ങളും ഗ്രൂപ്പുകളും നിലച്ചുപോയി. ഇനിയുള്ള നാളുകളിൽ ദൈവം നട്ട മുന്തിരിച്ചെടികൾ മാത്രമേ വളരൂ. ദൈവം നട്ട മുന്തിരിച്ചെടികൾ മനോഹരമായി ദേശത്ത് വളരണമെങ്കിൽ നമുക്ക് ഒരു എയർലി റെയിൻ മാത്രം പോരാ, മറിച്ച് ഒരു ലാറ്റർ റെയിൻ്റെ ആവശ്യമുണ്ട്, രണ്ടാമത്തൊരു മഴയുടെ ആവശ്യമുണ്ട്. ചേർന്ന് പറഞ്ഞ ഹല്ലേലൂയ. നിങ്ങളും ചിലപ്പോൾ അതിലൊക്കെ പങ്കുകാരായിരുന്നിട്ടുണ്ടാകാം. വളരെ ആവേശത്തോടു കൂടിയ ചില പ്രാർത്ഥനാ സമൂഹങ്ങൾ, ചില കൂട്ടായ്മകൾ, മലയാളികളുടെയും മറ്റ് ഏഷ്യൻ ഇന്ത്യൻ കമ്മ്യൂണിറ്റിയുടെയൊക്കെ പലതും നിലച്ചുപോയി. പലർക്കും പിടിച്ചു നിൽക്കാൻ കഴിയാതെയായി. പല ശുശ്രൂഷകരും ആത്മീയമായ ശുശ്രൂഷാ മേഖലയിൽ നിന്ന് പിൻവലിഞ്ഞു. പല പ്രസിദ്ധീകരണങ്ങളും നിലച്ചുപോയി. വളരെ ആവേശത്തോടു കൂടി തുടങ്ങിയ ചില TV സ്റ്റേഷനുകൾ എന്നേക്കുമായിട്ട് നിലച്ചുപോയി. ഇതെല്ലാം ഒരു സൂചനയാണ്. സൂചന ഇതാണ്: കർത്താവ് നട്ടത് മാത്രമേ ഇനി വളരൂ. കർത്താവ് നട്ടത് വളരണമെങ്കിൽ നമുക്ക് ഒരു ലാറ്റർ റെയിൻ ആവശ്യമുണ്ട്, ഒരു രണ്ടാമത്തെ മഴ ആവശ്യമുണ്ട്. അതുകൊണ്ട് ഈശോയോട് നമുക്ക് പ്രാർത്ഥിക്കാം, കർത്താവേ, ഒരു രണ്ടാമതൊരു പന്തക്കുസ്ത എൻ്റെ വ്യക്തി ജീവിതത്തിൽ എനിക്ക് തരണം, സഭയുടെ ജീവിതത്തിൽ എനിക്ക് തരണം, എൻ്റെ ശുശ്രൂഷയുടെ ജീവിതത്തിൽ എനിക്ക് തരണമെന്ന്. ഇത് പ്രാർത്ഥിച്ചാൽ, പ്രത്യേകിച്ചും തുടർന്നുള്ള ഇനി അനോയിൻറ്റിങ്ങിൻ്റെ പ്രയറിൻ്റെ സമയത്തും കുർബാനയുടെ സമയത്തുമൊക്കെ ആത്മാർത്ഥമായിട്ട് നിങ്ങൾ പ്രാർത്ഥിക്കണം. കാരണം ആകാശത്തിലേക്ക് പ്രാർത്ഥനാപൂർവ്വം നോക്കുന്നവർക്ക് കാണാം, ഒരു നീല ആകാശമല്ല, കാര്യമായ ഒരു കാർമേഘം ഉരുണ്ടുകൂടുന്നുണ്ട്. കാർമേഘം കാര്യമായി ഉരുണ്ടുകൂടുന്നുണ്ട്. കാതുകൾ കൂർപ്പിച്ച് പ്രാർത്ഥനാപൂർവം നിങ്ങൾ ഈ പ്രകൃതിയെ ദർശിക്കാമെങ്കിൽ ഇടിവാളുകളുടെ ശബ്ദങ്ങൾ നിങ്ങൾക്ക് കേൾക്കാം. ഇതൊരു ലക്ഷണമാണ്. ഈ കാർമേഘം ശക്തമായൊരു മഴയ്ക്ക് വഴിമാറും. ഇതാണ് സെക്കൻഡ് റെയിൻ എന്ന് പറയുന്നത്. ഇതാണ് ലാറ്റർ റെയിൻ എന്ന് പറയുന്നത്. ഈ രണ്ടാം മഴ കാര്യമായി വർഷിക്കപ്പെടാൻ വേണ്ടി സഹോദരങ്ങളെ നമ്മൾ പ്രാർത്ഥിക്കണം. ഷാലോമിൽ ഈ ദിവസങ്ങളിൽ
പ്രാർത്ഥിക്കുമ്പോൾ ഞങ്ങൾ നിരന്തരം പ്രാർത്ഥിക്കുന്നതാണ്, ദൈവമേ അവിടുന്ന് വർഷങ്ങൾക്ക് മുമ്പ് ഈ ദേശത്ത് സാധാരണ പാവപ്പെട്ട ഒരു അൽമായ ശുശ്രൂഷയിലൂടെ, നിങ്ങൾക്കറിയാം ഡാലസിൽ പോലും നമ്മൾ എത്രയോ നൂറുകണക്കിന് ആയിരക്കണക്കിന് മനുഷ്യരെ ഒരുമിച്ച് കൂട്ടിക്കൊണ്ടാണ് ഷാലോമിൻ്റെ ഇംഗ്ലീഷ് ഫെസ്റ്റിവലുകൾ ഒരുക്കിയത്, ജീസസ് ഹീൽസ് പ്രോഗ്രാംസ് ഒരുക്കിയത്, മലയാളികളുടെ സുവിശേഷ ശുശ്രൂഷകൾ 2010 ആരംഭത്തിലൊക്കെയും ഒരുക്കിയത്. അന്ന് ആവേശത്തോടു കൂടി, അതൊരു എയർലി റെയിൻ്റെ സമയമായിരുന്നു, ഷാലോമിൻ്റെ എയർലി റെയിൻ്റെ സമയം. രൂപതയെല്ലാം രൂപപ്പെടുന്നതിൻ്റെ ആദ്യ നാളുകളിലെ കഥയാണ് ഞാൻ ഈ പറയുന്നത്. എയർലി റെയിൻ്റെ കാലമായിരുന്നു അന്ന്. ബ്രദർ ബെന്നി ഉൾപ്പെടെയുള്ള എല്ലാവരും പ്രത്യേകമായിട്ട് പറഞ്ഞു, ഇതാ ദൈവം നമ്മളെ ഇവിടെ കൊണ്ടുവന്ന് വച്ചിരിക്കുന്നത്, കേരളത്തിൽ നിന്ന് ഈ ദേശത്തേക്ക് നമ്മളെ കൊണ്ടുവന്നത് നമ്മളിലൂടെ ചിലത് പൂർത്തിയാക്കാനാണ് എന്ന്. ആവേശത്തോടെ തന്നെ ഹാളുകളിലിരുന്ന ദൈവമക്കൾ ആരും സ്വീകരിക്കില്ല എന്ന് പറഞ്ഞിട്ടും ദൈവം നട്ട മുന്തിരിച്ചെടി ആയതുകൊണ്ട് അത് ആഴത്തിൽ പടരാൻ ദൈവം അവസരമൊരുക്കി. കോവിഡിൻ്റെ കാലത്തും ഈ ആഴത്തിൽ വേരുറപ്പിച്ച ഈ ശാഖയ്ക്ക് അല്ലെങ്കിൽ ഈ വൃക്ഷത്തിന് യാതൊരു കേടും വരാതെ ദൈവം കാത്തു സൂക്ഷിച്ചു. ഇന്ന് നമ്മൾ പ്രാർത്ഥിക്കുന്നത് ഇങ്ങനെയാണ്, ദൈവമേ 10-12 വർഷം കഴിഞ്ഞു, ഇപ്പോൾ ഞങ്ങൾക്ക് ഒരു ലാറ്റർ റെയിൻ്റെ ആവശ്യമുണ്ട്, ഷാലോമിനൊരു ലാറ്റർ റെയിൻ്റെ ആവശ്യമുണ്ട്, തിരുസഭയ്ക്ക് ഒരു ലാറ്റർ റെയിൻ്റെ ആവശ്യമുണ്ട്, എനിക്കും നിങ്ങൾക്കും വ്യക്തിപരമായ ജീവിതത്തിൽ ഒരു ലാറ്റർ റെയിൻ്റെ ആവശ്യമുണ്ട്. ഒരു രണ്ടാമത്തെ മഴ, ഒരു രണ്ടാമത്തെ പന്തക്കുസ്ത ഈശോയെ നീ ഞങ്ങൾക്ക് തരണമേ. ചേർന്ന് പറഞ്ഞ എല്ലാവരും ഹല്ലേലൂയ, ഹല്ലേലൂയ. എല്ലാവരുടെ ഉള്ളിലും ഒരുപാട് മടുപ്പ് വന്നിട്ടുണ്ട് ഈ നാളുകളിൽ. ഒരു ആവറേജ് ഒരു വൈദികനോട് സംസാരിക്കുക, പ്രത്യാശ ഒരുപാട് മങ്ങിയാണ് അയാളുടെ പ്രസംഗം പോലും, അവരുടെ പ്രസംഗം പോലും. ഒരു മെത്രാനോട് ചോദിക്കുക, പ്രത്യാശ ഒരുപാട് മങ്ങിയ കാലമാണ്. റോമിലുള്ള ഒരു മെത്രാനെ ഈ അടുത്തയിടെ ജർമ്മനിയിലുള്ള നമ്മുടെ ഒരു ശുശ്രൂഷകൻ കാണാനായിട്ടിട വന്നു. അപ്പോൾ അവൻ ചോദിച്ചു, തോമസ് എന്നാണ് അവൻ്റെ പേര്. അവൻ ചോദിച്ചു, പിതാവേ, നമ്മുടെ പിതാവിൻ്റെ കീഴിലുള്ള മിക്കവാറും പള്ളികളൊക്കെ അടഞ്ഞുപോയല്ലോ പിതാവേ, ഈ രാജ്യത്തെ റീവഞ്ചലൈസ് ചെയ്യാൻ പിതാവ് എന്തെങ്കിലും വഴി കാണുന്നുണ്ടോ? റോമിലുള്ള അറിയപ്പെടുന്ന മെത്രാനായിരുന്നു അദ്ദേഹം. അപ്പോൾ തോമസിനോട് പറഞ്ഞ മറുപടി ഇങ്ങനെയാണ്, തോമസേ, എനിക്ക് യാതൊരു പിടിയുമില്ല, എനിക്ക് ആകെ പിടിയുള്ളൊരൊറ്റ കാര്യം ഇതുള്ളൂ, 2 വർഷം കഴിഞ്ഞ് ഞാൻ റിട്ടയർഡാകും, എനിക്ക് യാതൊരു പിടിയുമില്ല. ഇതാണ് അവിടെ ഇവിടെയും ഒക്കെ ആരോട് നമ്മൾ സംസാരിച്ചാലും ഈ കാർമേഘമാണ് നമുക്ക് കാണാനായിട്ട് കഴിയുന്നത്, ഈ കാർമേഘത്തിൻ്റെ അടയാളങ്ങളാണ് നമുക്ക് കാണാനായിട്ട് കഴിയുന്നത്. അതുകൊണ്ട് രണ്ടാമത്തെ ഒരു റെയിന് വേണ്ടി നമ്മൾ കാര്യമായിട്ട് പ്രാർത്ഥിക്കണം. ഈശോയെ, ഒരു വസന്തകാല വൃഷ്ടി ഞങ്ങൾക്കെല്ലാവർക്കും നൽകി ധാരാളമായിട്ട് അനുഗ്രഹിക്കണമെന്ന് നമുക്ക് പ്രാർത്ഥിക്കാം.